ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമുറപ്പിക്കാൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപരേഖ തയ്യാറാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡുകളാണ് വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്നത്. പ്രകൃതിയുടെ നിറച്ചാർത്തായ കട്ടച്ചിറയാറും ഇരയിമ്പൻ തമ്പി സ്മാരക മന്ദിരവും വാരനാട് വാദ്യാട്ട കളരിയും തണ്ണീർമുക്കം ബണ്ടും എല്ലാം ചേർന്ന തണ്ണീർമുക്കത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. ഇതിനായി വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപരേഖയും തയ്യാറാകുന്നു. ഇതിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കം ഫെസ്റ്റ് സംഘടിപ്പിക്കുവാനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തണ്ണീർമുക്കം KTDCയിൽ തിങ്കളാഴ്ച നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായിട്ട് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ 1 മുതൽ 11 വരെയുള്ള വാർഡുകൾ കായലിനോട് ചേർന്ന് കിടക്കുന്ന വാർഡുകളാണ്. അതിമനോഹരമായ കായലും അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടേറെ വികസന സാധ്യതകളുള്ള ഒട്ടനവധി നമുക്ക് പുരാതനമായി എടുത്തു പറയത്തക്ക തന്നെ അമ്പലങ്ങള്, വാരനാട്ടമ്പലം, അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ചാലി നാരായണപുര ക്ഷേത്രം, മരുത്തോർവട്ടത്തമ്പലം, അതോടൊപ്പം തന്നെ നമ്മുടെ കോക്കമംഗലം സെന്റ് തോമസ് ചർച്ച്, അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഇരയിമ്പൻ തമ്പി സ്മാരകം, വാരനാട് വാദ്യാട്ട കളരി ഉൾപ്പെടെ ഒട്ടനേകം സാധ്യതകളെല്ലാം തന്നെ നമുക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്, നമുക്ക് തണ്ണീർമുക്കത്തെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ടൂറിസത്തെ നമുക്ക് ഉയർത്തി കാട്ടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോ ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇനി നമ്മൾ ഒട്ടനവധി പേർക്ക്, ഒരു 3000-ലധികം പേർക്ക് തന്നെ നമുക്ക് ജോലി സാധ്യതകൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പുറത്തുനിന്ന് തന്നെ നമുക്ക് വരുമാനങ്ങളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ചെറിയ വിനോദ അവസരങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇതിനുള്ള അനന്ത സാധ്യതകളെല്ലാം തന്നെ കൊണ്ടുവരുന്നത് മൂലം നമുക്ക് വികസനവും അതോടൊപ്പം തന്നെ ഒട്ടൊരു 3000-ലധികം പേർക്ക് ജോലി സാധ്യതകൾ ഉൾപ്പെടെ തന്നെ നമുക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇതുമൂലം സാധിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മിനി ലെനിൻ, സീന സുർജിത്ത്, VS സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK മുകുന്ദൻ, US സജീവ്, മിനി ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ G പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PP ഉദയസിംഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ അനിത ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും CDS ADS അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി P പ്രസാദ്, KC വേണുഗോപാൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ഷാജി, MK ഉത്തമൻ എന്നിവരെ രക്ഷാധികാരികളായും G ശശികല ചെയർമാനും P ഉദയസിംഹനെ കൺവീനറായുമുള്ള കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു.